കെ മുരളീധരന് വമ്പിച്ച സ്വീകരണമൊരുക്കി തൃശൂരിലെ UDF പ്രവർത്തകർ. തൃശൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ മുരളീധരന് ജന്മനാട്ടിൽ വമ്പൻ സ്വീകരണമൊരുക്കിയാണ് UDF പ്രവർത്തകർ വരവേറ്റത്. കഴിഞ്ഞ ദിവസം രാവിലെ കോഴിക്കോടിലെ സ്വവസതിയിൽ നിന്നുമാണ് മുരളീധരൻ തൃശൂരിലേക്ക് ട്രെയിൻ മാർഗം യാത്ര തിരിച്ചത്. ലീഡർ കെ കരുണാകരന്റെ പുത്രനും കോൺഗ്രസിന്റെ പ്രിയ നേതാവുമായ കെ മുരളീധരൻ തൃശൂരിന്റെ സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിൽ നേതാവിന്റെ വരവും കാത്ത് UDF കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും മറ്റു ജനങ്ങളും അടക്കം വലിയ ജനക്കൂട്ടമായിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്നത്. തുടർന്ന് ജനങ്ങൾക്കിടയിലൂടെ തിക്കിയും തിരക്കിയും പാടുംപെട്ട തുറന്ന ജീപ്പിലേക്ക്, അവിടെ നിന്നും പ്രകടനവുമായി DCC ഓഫീസിലേക്ക്, അവിടെ നിന്നും മുരളി മന്ദിരത്തിലെ പിതാവ് കെ കരുണാകരൻ്റെയും മാതാവ് കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തൃശൂരിലെ നിലവിലെ MP TN പ്രതാപൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ DCC പ്രസിഡന്റും UDF ചെയർമാനുമായ MP വിൻസെന്റ് തുടങ്ങി തൃശൂരിലെ പ്രമുഖ നേതാക്കളും മുരളീധരനൊപ്പമുണ്ടായിരുന്നു. കെ മുരളീധരന്റെ വരവോടെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ ചിത്രം തെളിഞ്ഞു. ഒരു രാജ്യത്തിന്റെ പൈതൃകത്തെ പകുത്തുമാറ്റാൻ കൈകൊള്ളുന്ന വർഗീയ പ്രവർത്തനങ്ങളെ കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവച്ചുപട്ടികളായി കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടത്തിൽ നിന്ന് ഒരു രാജ്യവും അതിന്റെ സംസ്കാരവും എന്നേക്കുമായി ഇല്ലാതാകുമായ ഹൃദയഭൂമികയിലേക്ക് കടന്നു വരികയാണ്. മഹാഭാരത യുദ്ധ ചരിത്രത്തിൽ ആയുധബലവും കായികബലവും പൗരവർക്ക് നൽകി നിലയുറപ്പിച്ച് ധർമ്മസരക്ഷിച്ച ദൈവനായകനായ കൃഷ്ണനെ പോലെ ശരീരപക്ഷം നിലയുറപ്പിച്ച് അധർമ്മങ്ങൾക്കെതിരെ സാധ്യമില്ലാത്ത പോരാട്ടം കടന്നു വരികയാണ്. ഈ വാഹനത്തിന്റെ തൃശൂരിന്റെ DCCയുടെ ഹൃദയഭൂമികയിലേക്ക് കടന്നു വരികയാണ്. ജനങ്ങളുടെ ഈ രാജ്യത്തിന്റെ ഈ വാഹനത്തിന്റെ തൊട്ടുപരികളായി ലീഡർ കെ കരുണാകരന്റെ മകൻ മുരളീധരന്റെ പോരാട്ട പ്രവാഹം ഇവിടെ ആരംഭിക്കുകയാണ്.